അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെയിൻ ഗേജ് ആണ്. സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസറാണ്. ടിപ്പിക്കലി നമുക്ക് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പ്രഷറോ ഫോഴ്സോ അപ്ലൈ ചെയ്താൽ അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. അതും ബേസിക്കലി നമുക്ക് സ്ട്രെയിൻ ഗേജ് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ഐറ്റംസ് പഠിക്കണം. നിങ്ങൾ മെക്കാനിക്സിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ പഠിച്ച് കാണും സ്ട്രെസ് എന്ത് ആണെന്ന്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ. ദാറ്റ് മീൻസ് നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കുന്നു, ആ പ്രഷർ ഒരു യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവിനെയാണ് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സ്ട്രെസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ. അതായത് ഞാനിവിടെ കാണിക്കുന്ന ഒരു യൂണിറ്റ് ഏരിയ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിനകത്ത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ കൊടുക്കുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ യൂണിറ്റ് ഏരിയയാണ്. ആ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അളവിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് സ്ട്രെസ് ഡയറക്റ്റ്ലി നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. സോ സ്ട്രെസ് കനോട്ട് ബി ഡയറക്റ്റ്ലി മെഷർഡ്. സ്ട്രെസ് നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ കഴിയില്ല. എങ്ങനെ മെഷർ ചെയ്യാം? അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു മെക്കാനിക്കൽ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഡയമെൻഷൻ. ഇപ്പോൾ ഒരു റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഒരു വയറിനെ നമ്മൾ ഒരു വയർ എന്ന് പറയുന്ന ഒരു വയറിനെ നമ്മളിവിടെ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് നമ്മൾ ഈ വയറിനെ വലിക്കുകയാണ്. ഈ വയറിനെ വലിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസിനൊരു ചേഞ്ച് ഉണ്ടാകും. എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? റെസിസ്റ്റൻസ് ഈസ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ. ഒരു വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയറിനെ നമ്മൾ ക്രോസ് സെക്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു വയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് സെക്ഷൻ എടുക്കുന്നു, അങ്ങനെ പകുതി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സർക്കുലറായിട്ടുള്ള ഏരിയയാണ്. ആ ഏരിയയാണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത്. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദാറ്റ് വയർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് യങ്സ് മോഡുലസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് യങ്സ് മോഡുലസ് ഒരു മെറ്റീരിയലിന് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ യങ്സ് മോഡുലസ് അറിയാമെങ്കിൽ നമുക്ക് യങ്സ് മോഡുലസും സ്ട്രെയിനും അറിയാമെങ്കിൽ നമുക്ക് സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു E ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്നൊരു ഇക്വേഷനുണ്ട്, യങ്സ് മോഡുലസ്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറയുന്ന സംഭവം എപ്പോഴും എല്ലാ മെറ്റീരിയലിനും ഓരോ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിനും അറിയാമെങ്കിൽ നമുക്ക് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്ട്രെസ് ഈസ് ആൾവേസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഡയമെൻഷൻ ആൻഡ് അപ്ലൈഡ് ലോഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനും ആ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഡയമെൻഷനും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഡയമെൻഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിൻ മെഷർ ചെയ്യാം. സ്ട്രെയിൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സും മെഷർ ചെയ്യാം. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ
ഒറിജിനലായിട്ടുണ്ടായിരുന്ന ലെങ്ത്ത്, അതായത് ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നല്ലോ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ലെങ്ത്ത്. നമ്മളൊരു വയർ എടുത്തു കഴിഞ്ഞാൽ ആ വയറിൻ്റെ 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ഉള്ള യൂണിറ്റ് ലെങ്ത് കാണും. ഈ യൂണിറ്റ് ലെങ്ത്ത് 1 മീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ. ഈ യൂണിറ്റ് ലെങ്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെ, നമ്മൾ ആ വയറിനെ അണ്ടർ സ്ട്രെയിൻ അല്ലെങ്കിൽ അണ്ടർ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ചേഞ്ച് ഉണ്ടാകും. ആ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ യൂണിറ്റ് ലെങ്താണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഒരു പാരാബോളിക് ആയിട്ടുള്ളൊരു കർവാണ്. ആദ്യം കുറേ സമയം ലീനിയർ ആയിട്ട് വരും. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളൊരു കർവ് വരും. ഇനിഷ്യൽ സ്റ്റേജസിൽ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് സ്ട്രെയിൻ സ്ട്രെസ് കർവ് വരുന്നത്. ലീനിയർ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന മാക്സിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അത് ലീനിയറാണ്. സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിനും കൂടുന്നു, സ്ട്രെയിന് കൂടുന്നതനുസരിച്ച് സ്ട്രെസ്സും കൂടുന്നു. അപ്പോൾ ലീനിയറായിട്ടാണ് ആദ്യ സ്റ്റേജിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരുന്നത്. അപ്പോൾ കർവ് ഈസ് ലീനിയർ ആസ് ലോങ് ആസ് ദി സ്ട്രെസ് ഈസ് കെപ്റ്റ് ബിലോ എലാസ്റ്റിക് ലിമിറ്റ്സ്. നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ്സിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ, എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വയറിനെ നമ്മൾ വൻ രീതിയിൽ ടെൻഷനിൽ നമ്മൾ ലോഡ് ഉപയോഗിച്ച് അതിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വലിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രഷറിന് വിധേയമാക്കുന്നു. അപ്പോൾ അത് പൊട്ടാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് ഉണ്ടാകാതെ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു എലാസ്റ്റിക് ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വരെ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ലിമിറ്റിനകത്ത് ലീനിയർ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫിൽ കണ്ടു കഴിഞ്ഞു നമുക്ക് ബ്രേക്കിംഗ് സ്ട്രെസ് ഉണ്ട്. അതായത് ആ വയർ പൊട്ടിപ്പോകുന്ന ഒരു സ്ട്രെസ്സ് കാണും. ആ സ്ട്രെസ്സാണ് ഈ ബ്രേക്കിംഗ് സ്ട്രെസ് നമ്മൾ ഇൻറ്റു ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുവരെ നമുക്ക് ഈ സ്ട്രെയിൻ ടു സ്ട്രെസ് കർവ് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ പൊട്ടിപ്പോകും. സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് ആർ യൂഷ്വലി ക്യാരിഡ് ഔട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി. നമ്മൾ ബോഡിയിൽ ഇമ്പോസ് ചെയ്ത് തന്നെയാണ്, ഏത് ബോഡിയാണോ നമുക്ക് മെഷർമെൻറ്റ്സ് നൽകുന്ന ആ ബോഡി, അല്ലെങ്കിൽ സ്പെസിമെൻ, ആ സ്പെസിമെനിലായിരിക്കണം നമ്മൾ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കേണ്ടത്. സ്ട്രെയിൻ മാഗ്നിറ്റ്യൂഡ് ഈസ് ഓൺ ദ ഓർഡർ ഓഫ് ഫ്യൂ മൈക്രോമീറ്റേഴ്സ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ പെർ മീറ്റർ, വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മൈക്രോ സ്ട്രെയിനിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶. മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെയിൻ ഈസ് എക്സ്ട്രീംലി സ്മാൾ. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ടു മെഷർ ഡയറക്റ്റ്ലി. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റേഴ്സ് ടേംസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റ് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതിന് മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്കൊരു ചേഞ്ച് മൈക്രോമീറ്റർ റേഞ്ചിലുണ്ടായാൽ പോലും അതിനെ മാഗ്നിഫൈ ചെയ്ത് ആ മൈക്രോമീറ്ററിനെ മീറ്റർ റേഞ്ചിലേക്ക് മാഗ്നിഫൈ ചെയ്യുന്ന ഒരു രീതിയിലുള്ള അതായത് നമ്മൾ പുള്ളീസും മറ്റ് കാര്യങ്ങളും മെക്കാനിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ നമുക്കൊരു ചെറിയ ചേഞ്ചിനെ നമ്മൾ വലിയൊരു ചേഞ്ചാക്കി എടുക്കുന്നു. ആ ചേഞ്ചായിരിക്കും നമ്മളത് പ്രൊപ്പോർഷൻ ചേഞ്ച് ആയിരിക്കുമല്ലോ, ആ ചേഞ്ചാണ് നമ്മൾ ഇതിനു വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഗേജ് സെൻസിറ്റിവിറ്റിയെ മെഷർ ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. റേഞ്ച് ഓഫ് ദ മെഷർമെൻറ്റ്, നമുക്ക് എത്രമാത്രം റേഞ്ച് വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫ്രീക്വൻസി റെസ്പോൺസ്, നമ്മൾ ഒരു ടൈം പീരീഡിനകത്ത് എത്രമാത്രം ഫ്രീക്വൻസിയിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് എംബിയൻറ്റ് ടെമ്പറേച്ചർ കണ്ടീഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് സ്മാളസ്റ്റ് വാല്യൂ ഓഫ് സ്ട്രെയിൻ ദാറ്റ് ക്യാൻ ബി മെഷർഡ്. നമുക്ക് സെൻസിറ്റിവിറ്റി നമുക്കറിയാം, അതായത് നമുക്ക് ഏറ്റവും സ്മാളസ്റ്റ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിലും വരുന്നത്. ടൈപ്സ് ഓഫ് ഗേജസ് എന്ന് പറയുന്നത് നമുക്ക് മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും.
മെക്കാനിക്കൽ ഗേജസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് മാഗ്നിഫൈഡ് മെക്കാനിക്കലി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നിഫൈഡ്, നമ്മളൊരു ചെറിയ ചേഞ്ച് നമ്മൾ വലിയ ചേഞ്ചാക്കി മാറ്റുന്നു. അതിനെന്ത് ചെയ്യുന്നു? കമ്പാരിറ്റീവ്ലി നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളെന്ന് പറയുന്നത് പുള്ളീസും ലിവേഴ്സ്, ഗിയേഴ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ബൈക്കിൽ തന്നെ നമ്മൾ ഗിയറും ലിവേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു നമ്മളിപ്പോൾ ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് വച്ചിട്ട് നമ്മൾ ഡൗൺ ചെയ്യുന്നു. അതിനെ വലിയ 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 ടീത്തുള്ള ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ചെറിയൊരു പവറിനെ വലിയ പവറാക്കി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഗിയേഴ്സും ലിവേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ മെഷർ ചെയ്യുന്നത്. ദീസ് ഗേജസ് ആർ കമ്പാരിറ്റീവ്ലി ലാർജ്. ഇത് വളരെ ലാർജാണ്. അതായത് നമ്മളിപ്പം ഒരു വലിയൊരു വസ്തുവിനെ നമുക്ക് ഭാരം ചുമക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഗിയർ സൈക്കിൾ മാത്രം ഉദ്ദേശിച്ചാൽ മതി. നമ്മളിപ്പം ഗിയർ സൈക്കിൾ നമുക്ക് വളരെയധികം നമ്മുടെ എഫേർട്ട് എടുക്കേണ്ടി വരുന്ന ഹയർ, അതായത് പീക്കിലോട്ടൊക്കെ സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്ക് വലിയ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ ബൈക്കിൽ ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റിലോ സെക്കൻഡിലോ ഇടുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പവർ കൊടുത്തിട്ട് പോലും നമുക്ക് വണ്ടി മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സൈക്കിൾ മൂവ് ചെയ്യുന്നു. നമുക്ക് ആയാസം കുറയുന്ന രീതിയിലുള്ള ഗിയർ അറേഞ്ച്മെൻറ്റുകളുണ്ട്. അതുപോലെ ഗിയർസ്, ലിവേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പവറിനെ നമ്മൾ വലിയ പവറാക്കി മാറ്റും. പക്ഷേ ഈ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസിന് കൂടുതൽ ഏരിയ ആവശ്യമുണ്ട്. അത് സ്പെസിമെൻ വയ്ക്കുന്നതിനായിട്ടുള്ള ഏരിയ ആവശ്യമുണ്ട്. ദീസ് ഗേജസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിക് സ്ട്രെയിൻ ഗേജ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാല്യൂ കൊടുത്ത് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അല്ലാതെ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രെയിൻ ഗേജസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാറില്ല. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഗേജസ് ആണ്. സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഗേജസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഗേജസ് പോലെ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്യുന്നു. മാഗ്നിഫിക്കേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ മൾട്ടിപ്പിൾ റിഫ്ലക്റ്റേഴ്സ് യൂസിങ് മിറേഴ്സ് ഓർ പ്രിസം. പ്ലെയിൻ മിറർ ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ഇൻ ടു മൂവബിൾ നൈഫ് edges. When stress is applied, mirror rotates through an angle and reflected light beam from a mirror substance angle twice of incident light. അതായത് മാഗ്നിഫിക്കേഷൻ നമ്മൾ മിറേഴ്സും പ്രിസംസും യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. പ്ലെയിൻ മിറേഴ്സ് ഈസ് റിജിഡ്ലി ഫിക്സ്ഡ്. പ്ലെയിൻ മിറർ റിജിഡ്ലി ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മൂവബിൾ നൈഫ് എഡ്ജസ് നമുക്കുണ്ടായിരിക്കും. വെൻ സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു എ മിറർ rotates through an angle and reflected light beam from a mirror substance angle twice of incident light. അപ്പോൾ അതായത് വേറൊന്നുമില്ല, മിറേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ലൈറ്റിൻ്റെ പവറിനെ നമ്മൾ ട്വൈസ് ആയിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സാക്കി അതിനെ മാഗ്നിഫൈ ചെയ്തെടുക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജാണ്. ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജിനെ കുറിച്ചിട്ടാണ് നമുക്കിനി കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്നീ പാരാമീറ്റേഴ്സ് ഒരു മെറ്റീരിയലിൻ്റെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ യൂണിറ്റ് ലെങ്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഷർമെൻ്റ് എടുത്തുകൊണ്ട് നമ്മൾ സ്ട്രെയിൻ ഗേജിലെ അല്ലെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസോ കപ്പാസിറ്റൻസോ നമുക്ക് 3-4 ബ്രിഡ്ജസ് നമ്മൾ പഠിച്ചല്ലോ. ആ ബ്രിഡ്ജസിൽ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മളതിൻ്റെ എന്തെടുക്കുന്നു, ഇലക്ട്രിക്കൽ പാരാമീറ്റർ എടുക്കുന്നു. അതാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്.